ഓക്കെ, അപ്പം ഇന്നലെ എഴുതി വെച്ചത് ആ പവർ പോയിന്റ് മിസ്സായി. വേറെ ശരി. സോ യെസ്റ്റർഡേ we have stopped where we wrote the equations of the four properties du, dh, df and dg, right? We got the equation for du. We got the equation for du as du du as okay, du കാണാലോ, du equal to set സ്പീഡിന്റെ ചെറിയ പ്രശ്നമുണ്ട്. du equal to tds minus pdv, right? tds minus pdv, du equal to tds minus pdv, dh equal to tds plus vdp, tds plus vdp, df equal to minus pdv minus sdt. ഇന്നലെ ചെയ്ത സെയിം സ്റ്റെപ്പ് ഞാൻ ഡയറക്റ്റ് എഴുതി വെക്കുന്നില്ല കേട്ടോ. ഇന്നലെ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അതിപ്പം ഈ കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവരോട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെക്ചർ നോട്ട് ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ എഴുതിയെടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ DU, DH, DF, DG ഒക്കെ കിട്ടിയെന്ന് അതിൽ മനസ്സിലാവും. DG ഈക്വൽ ടു VDP minus SDT. Okay. Yesterday we got this equation, this four equation. We had read this four equation from our first law and second law. അല്ലേ? ഈ 4 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ എഫ് ആൻഡ് ജി എന്താണ്? എഫ് ഈസ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ആൻഡ് ജി ഈസ് ഗിബ്സ് ഫംഗ്ഷൻ. U is internal energy, H is enthalpy. Okay, so these all equations are based. These all equations, four equations are in the form of m dx plus n dy. Okay, yesterday we had write the equation that if z is a function of x and y, we can write the equation as what dz equal to m dx plus n dy. m dx plus n dy. അല്ലേ? m dx plus n dy, where m equal to what? m equal to നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. അതിനകത്ത് m എന്താ കിട്ടിയിരുന്നത് നമുക്ക്? m equal to dou z by dou x of y dx, dou z of dou x of y, and n equal to dou z by dou y of x. അതെന്താണെന്ന് നോക്കുന്നില്ല. ഈ ഒരു ഫോമിലാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. if z is a function of x, we can write the equation as dz equal to m dx plus n dy. And also this equation is converted into dou m by dou y of x equal to dou n by dou x of y. സ്ക്രീന് ചെറിയ വിഷയമാണ് കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ഫോമിലാണ് ഇത് കിട്ടിയത് ലാസ്റ്റ്. ഡോ എം ബൈ ഡോ എക്സ് ഓഫ് വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്ന് ഇന്നലെ കിട്ടിയിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഇക്വേഷൻ ഇത് ഈ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇക്വേഷൻ ഫോർ എക്സാക്ട് ഡിഫറൻഷ്യൽ. എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ലെ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതാൻ പറ്റുക. ഇഫ് ഡി സെഡ് ഈക്വൽ ടു എം ഡി എക്സ് എൻ ഡി വൈ ആണെങ്കിൽ ഇങ്ങനെ ഈ ഇക്വേഷനൊക്കെ ഈ റിലേഷനൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ എക്സാക്ട് ഡിഫറൻഷ്യൽ. എക്സാക്ട് എന്ന് പറയും. എന്താണ് എക്സാക്ട് ഇക്വേഷൻ അല്ലെങ്കിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് എക്സാമ്പിൾ. എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ എക്സാക്ട് ഇക്വേഷൻ ഓർ പെർഫെക്റ്റ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്. dz equal to mdx plus ndy നമുക്ക് ഡോ എം ബൈ ഡോ വൈ ഓഫ് എക്സ് ഈക്വൽ ഡോ എൻ ബൈ ഡോ എക്സ് ഓഫ് വൈ. ഒന്നുമില്ല, ഇവിടുന്ന് എം ഇവിടെ എടുക്കുന്നു. ആദ്യത്തെ എം ആണുള്ളത്, അപ്പോൾ ഡോ എം ഇവിടെ വന്നു, വൈ അതിൽ ഡോ വൈ, എം ഇവിടെ വന്നു, ഡി വൈ ഇവിടുന്ന് എടുത്തു, ഈ വൈ ഇവിടുന്ന് എടുത്ത് ഡോ എം വൈ ഓഫ് എമ്മും വൈ വൈ, പിന്നെ ഒരു എക്സ് ആണുള്ളത്, എക്സ് ഇവിടെ കൊടുത്തു, ഓഫ് എക്സ് ഈക്വൽ ടു അടുത്ത ഡോ എൻ, ഇവിടുത്തെ എൻ, ആദ്യത്തെ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എടുത്തു, രണ്ടാമത്തെ ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ എടുത്തു, ഡോ എൻ ബൈ ഡോ എക്സ്, ഇവിടുത്തെ ഡി എക്സിൽ എക്സ് എടുത്തു, ഓഫ് വൈ. ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഈ ഇക്വേഷനെ നമ്മൾ ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, ഇതേ ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് ഈ 4 എണ്ണം അല്ലെ. ഇതേ ഫോമിൽ, അതായത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ് ഇവിടെ എന്താ ടി ഡി എസ് മൈനസ് പി ഡി വി. എമ്മിന് പകരം ടി, എന്നിന് പകരം പി,
മൈനസ് എഴുതുന്നിടക്ക് മൈനസ് എഴുതുന്നിടക്കാണ് മൈനസ് കൊടുക്കണം. അപ്പൊ ഇതേ ഫോമിലാണ് ഇതുള്ളത്, ഈ 4 എണ്ണം ഉള്ളത്. ഈ 4 എണ്ണം ഈ MDX + NDY എങ്ങനെ ഈ ഫോമിലേക്കായി എന്ന് നോക്കിയിട്ട് ഈ 4 ഇക്വേഷനും ഈ ഇതിന്റെ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ മാക്സ്വെൽ ഇക്വേഷൻ ആയി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ മാക്സ്വെൽ റിലേഷൻ dz = MDX + NDY എന്നുള്ള ഇക്വേഷനെ we can convert that equation into dou m by dou y of x = dou n by dou x of y. ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ these 4 equations is in the form of MDX + NDY, and we can also write this equation in that same form. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം, TDS - PdV ആണുള്ളത്, du. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഇവിടെ MDX ആയതുകൊണ്ട് ഡോ എം ഫസ്റ്റത്തെ ഫംഗ്ഷനും ആദ്യത്തെ തോന്നുന്നു. അപ്പോൾ ഡോ ടി ബൈ അല്ലേ, ഡോ ടി ബൈ ഡി വിന്റെ വി, ഡോ ടി ബൈ ഡോ വി ഓഫ് എന്താ വരിക ഇവിടെ വന്ന എന്താ ഓഫ് എക്സ് ആവുന്നത്. ഈ ഡി എക്സ് ഫസ്റ്റത്തെ എമ്മിന്റെ കൂടെയുള്ള എക്സിന്റെ എക്സ് ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുന്ന് ഡി എസിന് എസ് ആണ് ഉള്ളത്. ഓഫ് എസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ വി ഓഫ് എക്സ് ഈക്വൽ ടു അടുത്ത ഡോ പി ആണ്, ഡോ പി. പക്ഷെ അത് മൈനസ് ആണ് അല്ലേ, മൈനസ് പി ആണ്, ഇവിടെ പ്ലസ് എൻ ആണ്. അപ്പൊ ഇക്വേഷൻ മൊത്തം മൈനസ് ആവുന്നത്, സെക്കൻഡ് ഇക്വേഷൻ മൊത്തം മൈനസ് ആവും. ഡോ പി ബൈ രണ്ടാമത്തെ എന്താണ് എൻ ഡി എക്സിന്റെ, ഒന്നാമത്തെ എക്സിന്റെ ആണ് ഡിയിൽ വന്നത്. അപ്പൊ ഇവിടെ എസ് ആണുള്ളത്. അപ്പൊ ഡോ എസ്, ഡോ പി ബൈ ഡോ എസ്, ഡോ എസ് ഓഫ് എന്തായിരിക്കും ഇവിടെ ഓഫ് എസ് ആണ് ഇപ്പറ വന്നത്, ഇവിടെ ഓഫ് വി വരും. ഇത്രയേ ഉള്ളൂ. To convert that particular equation in the form of this particular derivative equation, we will get the first equation of Maxwell. 4 ഇക്വേഷൻ ആണത്. ഈ 4 എണ്ണം ഈ ഫോമിലേക്ക് എത്തി കഴിഞ്ഞാൽ 4 ഇക്വേഷൻ ആയി. This is Maxwell equation. So first one is first Maxwell equation is dou t by dou v of s equal to minus dou p by dou s of v. ഇതെങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായിട്ടുണ്ടോ? എങ്ങനെയാണ് ഞാൻ ഈ ഫോമിലേക്ക് എഴുതിയത് മനസ്സിലായിട്ടില്ലേ? Anyone? ആരെങ്കിലും പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞടാ? മനസ്സിലായിട്ടില്ലേ? അവിടെ അല്ല, എത്ര ആൾക്കാർ ക്ലാസ്സിലുണ്ട്? ഒന്ന് റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ. അത് റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ ആരും പേരൊന്നും വിളിച്ച് ചോദിക്കുന്നില്ല. ഞാൻ അല്ലെങ്കിൽ ഓരോരുത്തർ പേര് വിളിച്ച് ചോദിക്കുന്നു. ആരെങ്കിലും ഒരാൾ മനസ്സിലായി എന്ന് പറയാം. അത് ഇല്ല എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞവനെ ഞാൻ കുറിച്ചിത്തറിക്കാൻ പോകുന്നില്ല. ഇല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മനസ്സിലാവാത്ത അറിയാണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളത് റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഏതായാലും ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ വരും. സോ സെക്കൻഡ് ഇക്വേഷൻ, വാട്ട് ഈസ് സെക്കൻഡ് ഇക്വേഷൻ? TH = TDS + VDP. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. TDS ഞാൻ എഴുതാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദിസ് ഈസ് ഡോ ടി ബൈ ഡോ പി. ഡോ പി ആണ്, ഡോ ടി ബൈ ഡോ പി, ഡോ ടി ബൈ ഡോ പി ഓഫ് S, dou t by dou p of S equal to dou v by dou t, dou v by dou t of dou v by dou t അല്ല, dou v by dou S അല്ലേ, dou v by dou S ആണ്. Dou v by dou S of P. Okay, P. That is the second Maxwell equation. Right? And third equation is minus. Both equations are negative equation. Minus PdV minus SDT ആണ് അല്ലേ. അപ്പോൾ രണ്ടും മൈനസ് ഇക്വേഷൻ ആണ് വരിക. ദാറ്റ് ഈസ് മൈനസ് ഡോ പി ബൈ
minus dou p by dou t of v equal to minus dou s by dou v of t. ഓക്കെ, ഓഫ് ടി എന്ന് വിചാരിക്കുക, സ്പേസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഡോ വി ബൈ ഡോ എസ് ഓഫ് ടി, ഇത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ റിമൂവ് ചെയ്യാം. രണ്ടും പോസിറ്റീവ് ആക്കി എഴുതിയാലും മതി. ബോത്ത് ഇക്വേഷൻസ് ആർ നെഗറ്റീവ്, സോ വി ക്യാൻ ഓൾസോ റിമൂവ് ദി നെഗറ്റീവ് സൈൻ ഇറ്റ്സെൽഫ്. സോ റൈറ്റ് ഇറ്റ്സ് എ പോസിറ്റീവ് ഇക്വേഷൻ, ബോത്ത് പോസിറ്റീവ് ഇക്വേഷൻ ആക്കി എഴുതാം. Dou p by dou t of v equal to dou s by dou t. And the fourth equation is dou v by dou t, dou v by dou t of p equal to minus dou s, right? Minus dou s by dou p of t. These are the four equations. These four equations are together named as Maxwell's relation or Maxwell equation. Okay, that is a relation between the particular that du, dh, df and dg. Du, dh, df and dg, that equation is known as Maxwell relation, and the four Maxwell relation equations are given here. That is dou t by dou v of s equal to minus dou p by dou s of v, and second one is dou p by dou t of v equal to dou s by dou v of t. Third one, dou t by dou p of s equal to dou v by dou s of p, and last one is dou v by dou t of p equal to minus dou s by dou p of t. ഡോ പി ഡോ ടി എന്നൊക്കെ അധികമായിട്ട് പറയുമ്പോൾ നമുക്കത് ഒരുപാട് കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ തോന്നും. പക്ഷേ ഈ ഇക്വേഷൻ 4 എഴുതി വെച്ച് അതങ്ങനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി ഒ എങ്ങനെ ഇങ്ങനെയായി ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ വി ക്യാൻ easily simplify, easily understand, we can easily understand the particular relations or how that equation is formed. Okay, that is known as Maxwell equation. Maxwell, M-A-X-W-E-L, Maxwell equation. Okay, so moving on to the next topic, that is TDS equation. TDS equation. TDS means that particular T into ds, that is temperature into change in entropy, TDS. TDS equation. So TDS equation is also derived from the same type that Maxwell equation. Maxwell equation the same method ആണ് നമ്മൾ TDS equation derive ചെയ്യുന്നത്. Okay, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are considering there are two equations for TDS equation, that is first TDS equation and second TDS equation. First TDS equation ഉണ്ട് and the second TDS equation is also there. Okay, so first we are considering, for first TDS equation we are considering S is a function of t and v. S is a function of t and v. നേരത്തെ z is a function of x and y എന്ന് എഴുതിയതുപോലെ take S is a function of t and v. Okay, so how we can write the equation? നമ്മൾ എങ്ങനെ മാക്സ്വെൽ ഇക്വേഷൻ ഫോം ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന എങ്ങനെ കിട്ടും നമുക്ക്? അവിടെ ഡി സെഡ് ഈക്വൽ ടു എന്നൊക്കെ എഴുതിയിരുന്നു നമ്മൾ അല്ലേ. ഡി സെഡ് ഈക്വൽ ടു ഇങ്ങനെയാണെങ്കിൽ ഡി സെഡ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഓഫ് വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഓഫ് എക്സ്, എക്സ് ഡി വൈ ഡി എക്സ്, ഇങ്ങനെ എഴുതിയിരുന്നു ഇക്വേഷൻ. So as in the same form, similarly we can write this equation, TDS equation, S equal to function of t and v as ds equal to ഇത് ഇങ്ങനെ എഴുതിയ പോലെ നമ്മൾ മാക്സ്വെൽ ചെയ്ത പോലെ തന്നെ ds equal to ഡോ എസ് ബൈ ഡോ ടി ഓഫ് v dt പ്ലസ് ഡോ എസ് ബൈ ഡോ വി ഓഫ് t dv, ഡോ എസ് ബൈ ഡോ ടി ഓഫ് വി ഡി ടി പ്ലസ് ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി ഡി വി. ഇത് നമ്മൾ ഇത് ഇക്വേഷൻ എഴുതിയ പോലെ തന്നെ ഈ ഫംഗ്ഷനെ ഇങ്ങനെ എഴുതി. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈങ് ദ ഹോൾ ഇക്വേഷൻ വിത്ത് ടി, ടി ഡി എസ് ആക്കാൻ വേണ്ടിയിട്ട്, ഡി എസ് മാത്രമേ ഉള്ളൂ, ടി ഡി എസ് ആക്കാൻ വേണ്ടി നമ്മൾ ഇതിലും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ടി ഡി എസ് ഈക്വൽ ടു ദാറ്റ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഓഫ് വി ഡി ടി പ്ലസ് t into dou s by dou v of t dv. We are multiplying the whole equation
multiply the whole equation with t. Okay, then consider this equation. നമ്മളൊരു റിലേഷൻ ഇവിടെ ഉണ്ടാക്കുക. റിലേഷൻ ഉണ്ടാക്കുകയല്ല, ഈ ഒരു ഇക്വേഷനെ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഓഫ് ഇ ഫസ്റ്റ് ആ ഒരു ഈ ഒരു ടേം വിച്ച് ഈസ് കോൾഡ് ഇത് സി വി ആണ്. ടെമ്പറേച്ചർ ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഓഫ് ഇ എന്ന് പറയുന്നത് സി വി ആണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഡോ എസ് ബൈ ഡോ ടി ഓഫ് വി എന്ന് പറയുന്നത് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഓഫ് ഇ എന്ന് പറയുന്നത് സി വി ആണ്. സി വി specific heat at constant volume. This particular equation is known as CV. T into dou S by dou T of V dt എന്ന് പറയുന്നത് CV ആണ്. And look at the second equation. Dou S by dou V of T. Dou S by dou V of T ഉണ്ട് അവിടെ അല്ലെ. From Maxwell equation പ്രകാരം ഈ ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി എന്താണ്? ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി ഈക്വൽ ടു എന്താണെന്ന് നോക്കാം. മാക്സ്വെൽ ഇക്വേഷൻ എടുക്കുക. ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി എവിടെ കൊണ്ടോ ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി ഇവിടെ ഉണ്ട്. ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷനിൽ ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി ഇസ് ഓൾസോ കോൾഡ് ഡോ പി ബൈ ഡോ ടി ഓഫ് ഇ ആണ് അല്ലെ. ഡോ പി ബൈ ഡോ ടി ഓഫ് ഇ സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ ഉണ്ട്. ഡോ പി ബൈ ഡോ ടി ഓഫ് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ഡോ പി ബൈ ഡോ ടി സിസ്റ്റം മൊത്തം ഡോ പി ബൈ ഡോ ടി ഓഫ് ഇ ആണ്. ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി ഈക്വൽ ഡോ പി ബൈ ഡോ ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ എഴുതുക. ടി ഡി എസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഓൾറെഡി കോൾഡ് സി വി പ്ലസ് സി വി ഡി ടി ഉണ്ട് ഇവിടെ. സി വി ഡി ടി പ്ലസ് സി വി ഇസ് ഹിയർ. ഇത് സി വി ആണ്. ഡി ടി എവിടെ എക്സ്ചേഞ്ച് സി വി ഡി ടി പ്ലസ് പി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി ഓഫ് ടി എന്താണ് മാറിയത്? ഡോ പി ബൈ ഡോ ടി ഓഫ് ഇ ആയി മാറി. ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഓഫ് വി ഡി വി എവിടെ ഉണ്ടായത്? ഡി വി വിച്ച് ഇസ് കോൾഡ് ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷൻ. TDS equal to CV into DT plus T into dou P by dou T of V dV. CV into DT plus T into dou P by dou T of V dV, and that is called first TDS equation. However, initially we have started from the relation S is equal to function of T and V, and Maxwell equation പഠിച്ചില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഫ്രം Maxwell equation when we started Maxwell relation, we have started set this function of x and y, and also we have written that equation as dz equal to the particular whole length equation, and as like that similarly we have written this equation s equal to function of t and v like this, and we have substituted equation dou s by dou t of v എന്ന് പറയുന്നത് cv ആണ്. ഇപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ വരും. സെക്കൻഡ് നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ വരും. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ പി ആവും. എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് പി ആവും. നമ്മൾ ഇതേപോലെ ഇക്വേഷൻ എഴുതും. അവിടെ എന്താ കിട്ടുക? ഡോ എസ് ബൈ ഡോ ടി ഓഫ് പി ആണ് കിട്ടുക. അത് നമ്മൾ സി പി എന്ന് എഴുതും. എന്നിട്ട് സെക്കൻഡ് ഇക്വേഷനിലെ ഈ ഒരു ചെറിയ പാർട്ടിന് നമ്മൾ മാക്സ്വെൽ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സാധനം റിലേറ്റ് ചെയ്യുന്ന സാധനം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് TDS ഇക്വേഷൻ. That is the only difference between first TDS and second TDS equation. That is, for second TDS equation, we are considering S is a function of T and P. For first equation, we had S is a function of T and V. T temperature and volume ആണ് എടുത്തത്. അതുകൊണ്ടാണ് സ്പെസിഫിക് വോളിയം വന്നത്, CV വന്നത്. അവിടെ എത്തുമ്പോൾ എന്താണ്? ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് എടുക്കുന്നത്. So this equation become the same equation become ds equal to dou s by dou t of p dt plus dou s by dou p of t dp. ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതി കിട്ടുക. And this equation is known as CP. dou s by dou t of p എന്നത് CP ആണ്. ഇവിടെ dou s by dou p ഉണ്ട്, dou s by dou p of t ഉണ്ട്. അതിന് മാക്സ്വെൽ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സെയിം ആയിരിക്കും. ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി, ദാറ്റ് ഈസ് ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി ഇവിടെ ഉണ്ടോ? ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി ഇവിടെ ഉണ്ട് അല്ലേ?
ലാസ്റ്റ് ഫൈനൽ മാക്സ്വെൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി. നെഗറ്റീവ് ഇക്വേഷൻ ആണുള്ളത്. ആ നെഗറ്റീവ് നമുക്ക് ഇപ്പുറം കൊടുക്കാം അല്ലേ, നെഗറ്റീവ് ഇത് നെഗറ്റീവ് ആക്കി എടുക്കാം. ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി എടുക്കണമെങ്കിൽ ഈ സംഭവം നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. ഇതാണ് ഡോ എസ് ബൈ ഡോ പി ഓഫ് ടി വരുന്നത്. അപ്പോൾ ദിസ് ഡോ വി ബൈ ഡോ ടി ഓഫ് പി ഫോർത്ത് മാക്സ്വെൽ ഇക്വേഷൻ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇക്വേഷൻ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി ഓഫ് പി. ഡോ വി ബൈ ഡോ ടി ഓഫ് പി സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രം മാക്സ്വെൽ ആണ്, ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ. Therefore, we can write this equation as TdS equal to, നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇക്വേഷൻ എഴുതി ഇവരെ ടീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടേ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും ടീനെ കൊണ്ട്. TdS ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നേരത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ മൾട്ടിപ്ലൈ ദ ഹോൾ ഇക്വേഷൻ വിത്ത് ടി ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ദാറ്റ് ഈസ് TdS equal to Cp into dt. T into ഡോ എസ് ബൈ ഡോ ടി ഓഫ് പി ആണ് Cp. T into സി പി ഡി ടി പ്ലസ് ഇല്ല മൈനസ് ആണ് വരിക അല്ലെ. സി പി ഡി ടി മൈനസ് ടി ഇൻറ്റു രണ്ടാമത്തെ ടി അവിടെ തന്നെ ഉണ്ടാവും. ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ഓഫ് പി. ഡോ വി ബൈ ഡോ ടി ഓഫ് പി ടി പി. This is the second TdS equation. So we can derive the TdS equation from Maxwell equation itself. So first TdS equation we are only taking the relation as S equal to T and V, and for second TdS equation we are taking the equation as S is a function of T and P. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ, ഇനി നാളെ തൊട്ട് വെക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് വിട്ട് കളയരുത്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്യാച്ചബിൾ ബൈ യു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ആ വീഡിയോ ഇരുന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നിങ്ങളത് ഓരോ സ്റ്റെപ്പ് വരും നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുക വീഡിയോ. എന്നിട്ട് ആ സ്റ്റെപ്പ് മനസ്സിലാവുന്നില്ല നമ്മൾ നോക്കുക. മനസ്സിലാവുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി ഫസ്റ്റ് ചാൻസ് കയർക്ക് മനസ്സിലാവാത്തതാണ് കുഴപ്പമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി ഇരുന്ന് കാണുക. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പേഴ്സണലായിട്ട് കണ്ട് ചോദിക്കുക. ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ല, ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഏരിയ മനസ്സിലായിട്ടില്ല, ഞാനെടുത്ത ഏതെങ്കിലും ഒരു പാട്ട്, ഈ 5 മോഡ്യൂൾ ഏതെങ്കിലും ഒരു പാട്ടിൽ പോലും ആ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ പാട്ട് മനസ്സിലായിട്ടില്ല, അത് ഒന്നുകൂടി പറഞ്ഞു തരാമോ? ഞാനത് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞുതരും. എങ്ങനെയാണ് ആ സ്റ്റെപ്പ് വന്നത്, എങ്ങനെയാണ് ആ സ്റ്റെപ്പ് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞുതരും. നിങ്ങൾ ആരും ഇതൊരു ഡൗട്ടും ചോദിച്ചിട്ടില്ല. ഈ ക്ലാസ് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് പേഴ്സണലായിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് അത് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പറഞ്ഞുതരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് TdS ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് TdS ഇക്വേഷൻ. ഇനി 2 ഇക്വേഷൻ കൂടി ഉണ്ട് ഇതേപോലെ തന്നെ വരുന്നത്, പക്ഷെ ഇത്ര ചിന്തിക്കാനില്ല. Okay, so this are thermodynamic relations. This Maxwell relation, Clapeyron relation എടുക്കാൻ പോകുന്നേ ഉള്ളൂ, and TdS equation. These all are coming under real gas mixture. Okay, real gas mixture ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. സോ എന്താണ് റിയൽ ഗ്യാസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് എന്താണ്? റിയൽ ഗ്യാസ് നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ആൻഡ് വാട്ട് ഈസ് റിയൽ ഗ്യാസ്. വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ്? Like the particular gas which obeys the equation of state PV equal to RT or PV equal to nRT is called ideal gas. And what is real gas? Real gas is somewhat a gas which deviates from the law, which deviates from the ideal gas equation, the equation of state, that is PV equal to nRT എന്നുള്ള equation deviate ചെയ്തു പോകുന്ന ഏത് ഗ്യാസിനെ നമുക്ക് എന്ത് വിളിക്കാം? റിയൽ ഗ്യാസ് എന്ന് വിളിക്കാം.
the gases which deviates from the ideal gas equation is known as real gas. So in the case of mixture also, what is ideal gas mixture means the mixture which obeys the law PV equal to mRT or equation of state is known as ideal gas mixture. And of course, the gas which refuses to obey or which deviates from the equation of state is known as real gas mixture. Okay, this deviation from the real gas and ideal gas mixture can be computed, or we can describe the relation or behavior of real gas by using the compressibility factor set. PV equal to nRT പകരം PV equal to ZnRT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീവിയേഷൻ പഠിക്കാൻ പറ്റും. റിയൽ ഗ്യാസ് നമുക്ക് ഈ അമഗാസ് ലോവും ഡാൾട്ടൺ ലോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അഡിക്റ്റീവ് വോളിയം, പിന്നെ ഡാൾട്ടൺ ലോ, ഗിബ്സ് ഡാൾട്ടൺ ലോ ഒക്കെ വരുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ കേസിലാണ്. ഡാൾട്ടൺ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, P equal to P1 plus P2 plus etc. And additive volume, Amagas law is V equal to V1 plus V2, V1 plus V2 അല്ല, that particular total volume of the mixture is known as the addition of the individual volume of each constant inside the mixture. അതാണ് just additive volume, volumetric analysis, gravimetric analysis etc. are coming under ideal gas mixture. And this same equation can be used in the case of real gas mixture also by using the compressibility factor PV equal to nRT equal to PV equal to nRT on a ideal gas mixture. So when we add a ZnRT or additional Z value, we can study the behavior of real gas mixture. That is Z is known as compressibility factor. Compressibility factor എന്താണ് റിയൽ ഗ്യാസ് മിക്സ്ചർ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. That is, a real gas mixture is somewhat which deviates from the equation of state, and we can also write the Dalton law, Amagas law, etc., which is coming under ideal gas mixture. We can also write the particular equation in the case of real gas also, but in the case we can add additional compressibility factor also. The equation take into account the deviation of each component from the ideal gas behavior can be computed or by using a compressibility factor. That is Z. So how we can compute the value of Z means Z equal to sigma yi Zi. ഒരു മിക്സ്ചറിന്റെ സെറ്റ് വാല്യൂ, കമ്പോസിറ്റ് ഫാക്ടർ ഫോർ എ പെർട്ടിക്കുലർ മിക്സ്ചർ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ yi Zi ആണ്. yi മീൻസ് y equal to മോൾ ഫ്രാക്ഷൻ. y എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റ് ഓരോന്നിന്റെയും yi എന്ന് പറഞ്ഞാൽ ആ കോമ്പണന്റ് മോൾ ഫ്രാക്ഷൻ. ഏതാണ് ഗ്യാസ് എന്ന് വെച്ചാൽ ആ കോമ്പണന്റ് മോൾ ഫ്രാക്ഷൻ ആണ് yi. Zi മീൻസ് ആ ഈച്ച് ആൻഡ് എവരി ഒന്നിന്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ. ഓരോന്നിനും ഓരോ കംപ്രസിബിലിറ്റി ഫാക്ടർ ഉണ്ടാവുമല്ലോ ഓരോ ഗ്യാസിനും. ആ കംപ്രസിബിലിറ്റി ഫാക്ടറിനെ അതിന്റെ മോൾ ഫ്രാക്ഷൻ കൊണ്ട്, ആ മിക്സറിൽ അടങ്ങിയിരിക്കുന്ന മോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് Z കിട്ടും ടോട്ടൽ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ Z. PV equal to ZnRT means we are using the Z value in the case of real gas. Okay, real gas. സോ അതിനൊരു റൂൾ ഉണ്ട്, കേസ് റൂൾ ഉണ്ട്, പിന്നെ ഹെൽമോൾട്ട്സ് ഗിബ്സ് ഒരു ചെറിയ റിലേഷനും കൂടെ ഉണ്ട്. നമുക്കത് അടുത്ത അവർ, അതായത് 4th അവർ ഞാൻ തന്നെയായിരിക്കും. ആ അവർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ഏരിയ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പാർട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.